നമസ്കാരം. ഒമാനിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് മലയാളി ദമ്പതികൾ മരിച്ചത് വലിയ ദുഃഖവാർത്തയായിരുന്നു. എന്നാൽ വലിയ ദുരൂഹതയും ആരോപിക്കപ്പെട്ടിരുന്നു. എന്നാൽ മലയാള ദമ്പതികൾ മരിച്ചതിൽ ദുരൂഹതയൊന്നുമില്ലെന്നാണ് പ്രാഥമിക നിഗമനം. ബൗഷറിലെ റെസ്റ്റോറന്റിൽ കഴിഞ്ഞ 10-ന് പുലർച്ചെയായിരുന്നു അപകടം നടന്നത്. കതിരൂർ 6-ാം മൈൽ ജാൻ ഹൌസിൽ വി പങ്കജാക്ഷൻ, ഭാര്യ കെ സജിത എന്നിവരാണ് മരിച്ചത്. വർഷങ്ങളായി ഒമാനിലെ വിവിധ കമ്പനികളിലായി അക്കൗണ്ടിംഗ് ജോലി ചെയ്തു വരികയായിരുന്നു ദമ്പതികൾ. പാചകവാതക ചോർച്ചയെ തുടർന്നുണ്ടായ സ്ഫോടനമാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. അപകടം നടന്ന റെസ്റ്റോറന്റിന്റെ മുകൾ നിലയിലായിരുന്നു പങ്കജാക്ഷനും ഭാര്യയും താമസിച്ചിരുന്നത്. സ്ഫോടനത്തെ തുടർന്ന് കെട്ടിടം ഭാഗികമായി തകർന്നു വീണു. ജനുവരിയിലാണ് പങ്കജാക്ഷനും സജിതയും അവസാനമായി നാട്ടിലെത്തിയത്. എന്നാൽ ജോലി സംബന്ധമായ തിരക്കുകൾ കാരണം ഇരുവർക്കും വളരെ വേഗം തിരിച്ചു പോകേണ്ടി വന്നിരുന്നു. വർഷങ്ങളായി ഒമാനിൽ വിവിധ കമ്പനികളിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്തു വരികയായിരുന്നു ഇരുവരും. മിക്കവാറും കൊട്ടിയൂർ ഉത്സവത്തിന് നാട്ടിലെത്തുന്ന പതിവ് ഇവർക്കുണ്ട്. ഇത്തവണയും ഇതിന് വരാനിരിക്കുകയായിരുന്നു. 8 വർഷമായി കതിരൂർ 6-ാം മൈലിൽ ജാൻ ഹൌസ് എന്ന വീട് നിർമ്മിച്ചിട്ട്. എല്ലാ വർഷവും നാട്ടിലെത്തുന്ന ഇരുവരും എല്ലാവരോടും സൗഹൃദപരമായി പെരുമാറുന്നവരാണ്. കൊട്ടിയൂർ ഉത്സവമായിരുന്നു ഇതിന് പ്രധാന കാരണം. ദിവസങ്ങൾക്ക് മുൻപ് വിളിച്ചപ്പോൾ അടുത്ത മാസം നാട്ടിൽ വരുന്നുണ്ടെന്നും കൊട്ടിയൂർ ഉത്സവത്തിന് പോകണമെന്നും ഇരുവരും പറഞ്ഞതായി ബന്ധു പ്രജിത്ത് വെളിപ്പെടുത്തുന്നുണ്ട്. മൃതദേഹം നാട്ടിൽ കൊണ്ടുവരാനുള്ള നടപടികൾ നിലവിൽ പുരോഗമിക്കുകയാണ്. വിവരമറിഞ്ഞ മകളും സജിതയുടെ സഹോദരിയുടെ മകനും ഒമാനിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. മസ്കറ്റ് ഗവർണറേറ്റിലെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ഇരുവരുടെയും ജീവൻ രക്ഷിക്കാൻ സാധിച്ചിരുന്നില്ല. ഏക മകൾ ഭവിഷാദ് ചെന്നൈയിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയാണ്. പാചകവാതക ചോർച്ചയെ തുടർന്നുണ്ടായ സ്ഫോടനമാണ് അപകടത്തിന് കാരണമെന്ന് പ്രാഥമിക തെളിവുകൾ സൂചിപ്പിക്കുന്നതായി സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റിയും അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒമാനിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് മലയാളി ദമ്പതികൾ മരിച്ചതിൽ ദുരൂഹതയൊന്നുമില്ല എന്ന ആശ്വാസത്തിലാണ് നാടും നാട്ടുകാരും. പ്രാഥമിക നിഗമനവും അങ്ങനെ തന്നെയാണ്. ബൗഷറിലെ റെസ്റ്റോറന്റിൽ കഴിഞ്ഞ 10-ന് പുലർച്ചെയായിരുന്നു അപകടം നടന്നത്. എങ്ങനെയാണിത് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വലിയ ചർച്ചകളും ആശങ്കകളും ഉണ്ടായിരുന്നു. കതിരൂർ 6-ാം മൈൽ ജാൻ ഹൌസിൽ വി പങ്കജാക്ഷൻ 59 വയസ്സ്, ഭാര്യ കെ സജിത 53 വയസ്സ് എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. വർഷങ്ങളായി ഒമാനിലെ വിവിധ കമ്പനികളിലായി അക്കൗണ്ടിംഗ് ജോലി ചെയ്തു വരുന്ന ദമ്പതികളാണ് ഇവർ. പാചകവാതക ചോർച്ചയെ തുടർന്നുണ്ടായ സ്ഫോടനമാണ് അപകടത്തിന് കാരണമായതെന്നായിരുന്നു നിലവിൽ പ്രാഥമിക നിഗമനമായി സർക്കാർ ഔദ്യോഗികമായി തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത്. അച്ഛൻ പരേതനായ VM പത്മനാഭൻ നമ്പ്യാരും അമ്മ മാധവിയുമാണ്. മകൾ ഭവിഷ്യയാണ്, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിനിയാണ്. സഹോദരങ്ങൾ രമേശൻ, അശോകൻ, രത്നാകരൻ, ശോഭ, ഷീല. അപ്പുണ്ണിക്കുറുപ്പിൻ്റെയും ജാനകിയമ്മയുടെ മകളാണ് സജിത. ലതിക, അനിത, ശശികല, മുരളി എന്നിവരാണ് സഹോദരങ്ങൾ. എന്തായാലും ഇവരുടെ ശരീരം നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്.